നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സോഷ്യൽ ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ സർപ്പ വളണ്ടിയർമാർക്ക് ലൈസൻസ് പുതുക്കുന്നതിന്റെ ഭാഗമായി സുരക്ഷാ ബോധവൽക്കരണവും പരിശീലനവും സംഘടിപ്പിച്ചു. തപാൽ ജീവനക്കാരുടെ സാംസ്കാരിക കൂട്ടായ്മയായ തിരൂർ തപാൽ കൂട്ടം നടത്തുന്ന എഴുത്തുത്സവം 2.0 നവംബർ 23 ഞായറാഴ്ച തിരൂർ തുഞ്ചൻ പറമ്പിൽ സംഘടിപ്പിക്കും. തിരൂർ പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ഷന്റെ ഭാഗമായി സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് പഠന ക്ലാസ് നൽകി. തിരൂർ തെക്കുമുറിയിൽ വാർഡ് 29 LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കൊയപ്പേൽ ബാവ ഉദ്ഘാടനം ചെയ്തു. തിരൂർ MES സെൻട്രൽ സ്കൂൾ കലോത്സവം കരിസ്മ MES സംസ്ഥാന ട്രഷറർ OC സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മന്നമ്പറ പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. സോഷ്യൽ ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ സർപ്പ വളണ്ടിയർമാർക്ക് ലൈസൻസ് പുതുക്കുന്നതിന്റെ ഭാഗമായി സുരക്ഷാ ബോധവൽക്കരണവും പരിശീലനവും സംഘടിപ്പിച്ചു. സംസ്ഥാന സർപ്പ നോഡൽ ഓഫീസർ ACF മുഹമ്മദ് അൻവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. 2020 വനം വകുപ്പ് പദ്ധതി ആരംഭിച്ചത്. മലപ്പുറം ജില്ലയിൽ പരിശീലനം സിദ്ധിച്ച 200-ലധികം വളണ്ടിയർമാരാണുള്ളത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് പാമ്പുകടി മരണത്തിൽ 4-1 കുറക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ഇവരുടെ സേവനം തികച്ചും സൗജന്യമാണെന്നും നിലമ്പൂർ ചാലിയാർ വ്യൂ ഡ്രോമട്രിയിൽ വെച്ച് നടന്ന പരിശീലനത്തിൽ സർപ്പ നോഡൽ ഓഫീസർ ACF മുഹമ്മദ് അൻവർ പറഞ്ഞു. സർപ്പ മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ സോഷ്യൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വിഷ്ണു അധ്യക്ഷത വഹിച്ചു. വെട്ടന്യൂസ് നിലമ്പൂർ. തപാൽ ജീവനക്കാരുടെ സാംസ്കാരിക കൂട്ടായ്മയായ തിരൂർ തപാൽ കൂട്ടം നടത്തുന്ന എഴുത്തുത്സവം 2.0 നവംബർ 23 ഞായറാഴ്ച തിരൂർ തുഞ്ചൻ പറമ്പിൽ സംഘടിപ്പിക്കും. ചടങ്ങ് എഴുത്തുകാരനും കവിയുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നവംബർ 23 ഞായറാഴ്ച തുഞ്ചൻ പറമ്പിൽ സംഘടിപ്പിക്കുന്ന തിരൂർ തപാൽ കൂട്ടം നടത്തുന്ന എഴുത്തുത്സവം 2.0 കവിയും എഴുത്തുകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സിനിമ സീരിയൽ താരം മണികണ്ഠൻ പട്ടാമ്പി മുഖ്യാതിഥിയാകും. പുകസ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഉണ്ണി ആമപ്പാറക്കൽ, തിരൂർ പോസ്റ്റൽ സൂപ്രണ്ട് MK ഇന്ദിര എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തപാൽ ജീവനക്കാരും കുടുംബങ്ങളും പങ്കെടുക്കുന്ന ഒരു മഹത്തായ പരിപാടി, നാളെ എഴുത്തുത്സവം എന്നുള്ള ഒരു സാംസ്കാരിക പരിപാടി തുഞ്ചമ്പറ വെച്ച് നടത്തപ്പെടുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണനാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും സുപരിചിതനായ ഫിലിം ആർട്ടിസ്റ്റും അതുപോലെ തന്നെ മറിമായം ഫെയിം കൂടിയായ മണികണ്ഠൻ പട്ടാമ്പി ഈ ചടങ്ങിലെ മുഖ്യ അതിഥിയായിരിക്കും. അതുപോലെ തന്നെ ഡോക്ടർ ഉണ്ണി ആമ്പാറക്കൽ, ഞങ്ങളുടെ തിരൂർ പോസ്റ്റൽ സൂപ്രണ്ട് ശ്രീമതി MK ഇന്ദിര എന്നിവർ ഈ പരിപാടിയിൽ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ NFPE നേതാക്കളായ NP അബ്ദുൽ ഖാദർ, VKT വിനോദ് കുമാർ, സതീശൻ പനച്ചിക്കൽ, പ്രദീപ് കന്മനം എന്നിവർ പങ്കെടുത്തു. വെട്ടന്യൂസ് തിരൂർ. തിരൂർ പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ഷന്റെ ഭാഗമായി സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് പഠന ക്ലാസ് നൽകി. തിരൂർ DSP AJ ജോൺസൺ ക്ലാസ് നയിച്ചു. നിലവിലെ പുതിയ നിയമങ്ങളെ സംബന്ധിച്ചും വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ പോലീസ് സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളെ സംബന്ധിച്ചും തിരൂർ DYSP AJ ജോൺസൺ വിശദീകരിച്ചു. തിരൂർ പോലീസ് സ്റ്റേഷൻ SHO വിഷ്ണു അധ്യക്ഷത വഹിച്ചു. വെട്ടന്യൂസ് തിരൂർ. തിരൂർ തെക്കുമുറിയിൽ വാർഡ് 29 LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കൊയപ്പേൽ ബാവ ഉദ്ഘാടനം ചെയ്തു.
തിരൂർ ലോക്കൽ സെക്രട്ടറി ബാലകൃഷ്ണൻ തൊട്ടിയിൽ അധ്യക്ഷത വഹിച്ചു. തിരൂർ നഗരസഭ വാർഡ് 29 LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കോയിപ്പൽ ബാവ ഉദ്ഘാടനം ചെയ്തു. വി നന്ദൻ, ഹാജറ, രജീഷ് കാടായിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഹസൻ ചെക്കന് സ്വാഗതവും നന്ദിയും പറഞ്ഞു. വെട്ടന്യൂസ് തലക്കാട്. തിരൂർ MES സെൻട്രൽ സ്കൂൾ കലോത്സവം കരിസ്മ MES സംസ്ഥാന ട്രഷറർ OC സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു. നവംബർ 20, 21, 22 തീയതികളിലാണ് കലോത്സവം നടക്കുന്നത്. കുട്ടികളിൽ അന്തർലീനമായ എല്ലാ കഴിവുകളെയും പുറത്തു കൊണ്ടുവരാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും മോണ്ടിസോറി വിദ്യാഭ്യാസ രീതി വളരെയധികം സഹായിക്കുന്നുവെന്ന് MES സംസ്ഥാന ട്രഷറർ MC സലാഹുദ്ദീൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. MES സംസ്ഥാന വൈസ് പ്രസിഡന്റ് K മുഹമ്മദ് ഷാഫി മുഖ്യപ്രഭാഷണം നടത്തി. വിശിഷ്ടാതിഥിയായി എത്തിയ സോണി ടിവിയിലെയും ഫ്ലവേഴ്സ് ടിവിയിലെയും റിയാലിറ്റി ഷോകളിൽ തരംഗമായി മാറിയ ബാലഗായിക മിയ എസ് മെഹക്ക് ആസ്വാദകരുടെ മനം കവർന്ന പ്രകടനം നടത്തി. സ്കൂൾ സെക്രട്ടറി PS സലാം ലിലീസ്, ട്രഷറർ K അബ്ദുൽ ജലീൽ, വൈസ് ചെയർമാൻ PA റഷീദ്, ജോയിന്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിങ്ങൽ, മറ്റ് മാനേജ്മെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ VP മധുസൂദരൻ സ്വാഗതവും പ്രീ പ്രൈമറി മോണ്ടിസോറി HM ജ്യോതി ഗോപാൽ നന്ദിയും പറഞ്ഞു. വെട്ടന്യൂസ് തിരൂർ. മന്നമ്പ്ര പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF നേതാക്കളും പ്രവർത്തകരും പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. 17-ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന പച്ചായി മൊയ്തീൻകുട്ടി മാസ്റ്ററാണ് ആദ്യം പത്രിക സമർപ്പിച്ചത്. ഓരോ വാർഡിലേക്ക് നിശ്ചയിച്ച സ്ഥാനാർത്ഥികളും ടോക്കൺ എടുത്ത് പത്രിക സമർപ്പണം പൂർത്തിയാക്കി. വരണാധികാരിയായ അഡീഷണൽ തഹസിൽദാർക്ക് മുമ്പാകെയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. പത്രിക സമർപ്പണത്തിന് K കുഞ്ഞിമരക്കാർ, KK റസാഖ്, ഊർപ്പായി മുസ്തഫ, പൂക്കേൽ ഷാഫി, NV മൂസക്കുട്ടി, KP ഹൈദ്രോസ് കോയത്തങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് തിരൂരങ്ങാടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.